ഗൈസ് അപ്പോൾ അങ്ങനെ ഇന്നും ഒരു വട്ടേറ്റിനാണ്. രാവിലെ നമുക്കിന്ന് ഗോതമ്പ് ദോശയായിരുന്നു. കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മാവ് കൊണ്ട് വിനോദിന് ദോശ കൊടുത്തയച്ചിട്ട് നമ്മൾ ഗോതമ്പ് ദോശയും ചമ്മന്തിയും മുട്ടയും കാടമുട്ട എനിക്ക് അല്ലുവിനും ഡിങ്കുവിനുള്ളതാണ് കേട്ടോ കഴിച്ചു. അത് കഴിഞ്ഞ് അല്ലുവിന് അംഗനവാടി പോയപ്പോൾ എനിക്കന്ന് ഡാൻസ് കളിച്ചില്ല. അതിൻ്റെ ഒരു ഉപഹാരം അതായത് ട്രോഫിയും അല്ലുവിന് പിന്നെ അവിടെ അംഗനവാടിയത്തൊരു ടാഗൊക്കെ കിട്ടി കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞാൻ ഡിങ്കുവിന് വന്നിട്ട് ചെറുപയർ കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് കുറച്ച് കൊടുത്തിട്ട് ബാക്കിയതിലുണ്ടായിരുന്നത് 2-3 വായ ഞാനൊന്ന് കഴിച്ചു. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പ്രഗ്നൻസി ടൈമിലായിരുന്നു ഇതായിരുന്നു നല്ല ക്രേവിങ്സ്. നൈറ്റൊക്കെ അങ്ങനെ ചെറുപയർ കഞ്ഞി കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നല്ല ചോറും മത്തി തേങ്ങ അരച്ച കറിയും അയിലമീൻ വറുത്തതും അത് നന്നായി കൂട്ടി അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ഉച്ച നേരത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടാം, അല്ല ഏത് നേരത്തും നമുക്ക് കഴിക്കാം. പക്ഷേ ഉച്ചയ്ക്കൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ രാവിലത്തെ ഫുൾ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിരുന്ന് കഴിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നൈറ്റ് നമ്മൾ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞാനിത് നല്ല രീതിയിൽ ചോറും മീൻകറിയും മീനൊക്കെ കൂട്ടി നന്നായി അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഗൈസ്. അത് കഴിച്ച് പിന്നെ വൈകിട്ട് ഞാനും ഡിങ്കും അല്ലും കൂടെ മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ ഇതാ ഒരു ചോക്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു പൊട്ടും കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇപ്പോൾ ഞാനെന്താ പംകിൻ സീഡാന്ന് തോന്നുന്നു, പിന്നെ വേറെ എന്തോന്നും കൂടി ഉണ്ട്, അതും കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളം ഈ മടുമിടുന്നതിന് കുടിക്കണത് വേറെ ഒന്നും ഉണ്ടല്ലോ, കുറേ നേരമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. അതും കുടിച്ച് പിന്നെ രാത്രി പുറത്ത് പോയിട്ട് അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.